എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും കളിക്കരുത്, പകരം രത്നങ്ങൾ കൊണ്ട് കളിക്കണം. ചെറിയ കാര്യമാണ് അല്ലേ? മണ്ണുകൊണ്ട് കല്ലുകൊണ്ടും കളിക്കുക, അതിൽ അഴുക്കാവും, നമുക്കത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ രത്നങ്ങൾ കൊണ്ട് കളിച്ചാലോ അതിൽ നിന്ന് നല്ല വൈബ്രേഷൻസ് കിട്ടും, നമുക്ക് മനസ്സിന് സന്തോഷവും കിട്ടും. ഇതെന്താ അർത്ഥമാക്കുന്നത്? അതിൽ വളരെ വലിയൊരു അർത്ഥമുണ്ട്. അതിൽ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും കളിക്കരുത് എന്ന് പറയുമ്പോൾ രത്നം കൊണ്ട് കളിക്കണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമാണ് അല്ലേ? പല ജന്മങ്ങളിൽ ഒരു ജന്മമാണ് മനുഷ്യജന്മം കിട്ടുന്നത്, അത് വളരെ ദുർലഭമാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ അമൂല്യത, ജീവിതത്തിൻ്റെ അമൂല്യത അല്ലെങ്കിൽ ആ മൂല്യം നമ്മൾ തിരിച്ചറിയാതെ വളരെ ചെറുതും വില കുറഞ്ഞതുമായ കാര്യങ്ങളിൽ നമ്മുടെ സമയവും ശക്തിയും നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറയുന്നത് മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും കളിക്കരുതെന്ന്. അതേസമയം എന്ത് ചെയ്യണം? രത്നങ്ങൾ കൊണ്ട് കളിക്കണം എന്നും പറയുന്നുണ്ട്. രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും കളിക്കരുത്, രത്നങ്ങൾ കൊണ്ട് കളിക്കണം എന്ന വാക്യം ഈ യാഥാർത്ഥ്യത്തെ വളരെ ലളിതമായും ആഴമുള്ളതുമായ രീതിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ ജീവിതത്തിൻ്റെ അമൂല്യത തിരിച്ചറിഞ്ഞ് അത് വളരെ വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നമ്മളത് ചെലവഴിക്കണം എന്നാണ് ഈ ഒരു വാക്യം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ മണ്ണും കല്ലും എന്നൊക്കെ പറയുന്നത് സാധാരണ മണ്ണും കല്ലും അല്ല. നിസ്സാരമായ തർക്കങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ, അർത്ഥമില്ലാത്ത ചിന്തകൾ, നെഗറ്റീവ് സമീപനങ്ങൾ, ധാരാളം സമയം നശിപ്പിക്കുന്ന ശീലങ്ങൾ. സാധാരണ എത്രയോ സമയമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കളയുന്നത്, വെറുതെ അനാവശ്യമായ യാതൊരു പ്രയോജനവുമില്ലാത്ത മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും അവരുടെ അടുക്കള കാര്യങ്ങളും അവരുടെ നമ്മളറിയേണ്ടാത്തതായ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ് ഇങ്ങനെ സമയം കളയുന്നുണ്ട്. ഇതിനൊക്കെയാണ് മണ്ണും കല്ലും എന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ മണ്ണും കല്ലും പോലെ തന്നെയാണ്. ഇവയിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മൂല്യം നാം തന്നെ കുറയ്ക്കുകയാണ്. നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ച് കളയും, നമ്മുടെ അതിൻ്റെ മൂല്യം ഇല്ലാതെയാക്കണം. അതേസമയം രത്നങ്ങൾ കൊണ്ട് കളിക്കണം എന്ന് പറയുന്നത് എന്താ? ധാരാളം ഉയർന്ന മൂല്യങ്ങളുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. സോഷ്യൽ മീഡിയ പോട്ടെ, നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. നല്ല ചിന്തകൾ, നല്ല അറിവുണ്ടാവുന്ന കാര്യങ്ങൾ, സത്യനിഷ്ഠ അല്ലെങ്കിൽ ധാർമ്മികത, സൃഷ്ടിപരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, നമ്മുടെ ആത്മീയമായ വികസനത്തിന് ചെയ്യാവുന്ന പല കാര്യങ്ങൾ, നല്ല നല്ല ഉത്കൃഷ്ടമായ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകൂടൽ, അതായത് സത്സംഗങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കൽ, ഇതെല്ലാമാണ് രത്നങ്ങൾ കൊണ്ട് കളിക്കണം എന്ന് പറയാൻ. ഇവയിലൊക്കെ നമ്മൾ ചെലവഴിക്കണം. ഇങ്ങനെ ഇവയൊക്കെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന യഥാർത്ഥ രത്നങ്ങളാണ് അവയെല്ലാം. ഉയർന്ന മൂല്യങ്ങളുള്ള ആൾക്കാരുമായിട്ടുള്ള സത്സംഗം വളരെ പ്രയോജനപ്രദമാണ്. ഇവയോടൊപ്പം ജീവിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അനുഭവിക്കുന്നത്. മറ്റതിങ്ങനെ സമയം തള്ളിക്കൊണ്ടിരിക്കുന്നു മാത്രം. അവർക്കറിയില്ല അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുകയാണ്, അല്ലെങ്കിൽ മൂല്യമില്ലാതെ വെറുതെ യാതൊരു അർത്ഥമില്ലാതെ തള്ളി നീക്കിയെന്ന് മനസ്സിലാകുന്നില്ല. ഈ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അപൂർവ അവസരമാണ്. അത് ചെറുതും നിസ്സാരവുമായ കാര്യങ്ങളിൽ ചെലവഴിക്കാതെ മൂല്യമുള്ള ലക്ഷ്യങ്ങളിലേക്കും ആത്മീയ വികസനത്തിലേക്കും തിരിയേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതം നോക്കേണ്ടത് നമ്മളല്ലേ. അത് വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ കൈ ചൂണ്ടിയിട്ടോ കാര്യമില്ല. അവൾ കാരണമാണ് അല്ലെങ്കിൽ അവർ കാരണമാണ് എന്നല്ല പറയേണ്ടത്. നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മുടെ ജീവിതം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെ എടുക്കണം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ നല്ല ഉയർന്ന നിലവാരത്തിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സാധിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്, രത്നങ്ങൾ കൊണ്ട് കളിക്കണം, കല്ലും മണ്ണും ഉപയോഗിച്ച് കളിക്കരുതെന്ന്. അതിനാൽ നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. മണ്ണും കല്ലും വിട്ട് രത്നങ്ങളിലേക്ക് തിരിയാം. അതായത് നിസ്സാരമായ കാര്യങ്ങളൊക്കെ തള്ളിവിട്ട് അവയിൽ സമയം ചെലവഴിക്കാതെ നിസ്സാരതകളെ വിട്ട് മൂല്യമുള്ള ജീവിതം തിരഞ്ഞെടുക്കാം. അവിടെ തന്നെയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം. നമുക്ക് ഇനി മുതൽ ജീവിതത്തിലെ രത്നങ്ങൾ വച്ച് കളിക്കാം. ഈ കല്ലും മണ്ണും അല്ലേ നമുക്ക് നീക്കി നമ്മുടെ ജീവിതത്തിൽ അഴുക്ക് കല്ലുമണ്ണിലും കളിക്കുമ്പോൾ തടുക്കും പൊടിയാവേലേ ഉള്ളൂ.
അതെല്ലാം നമ്മുടെ മേത്ത് നമ്മൾ പറ്റിപ്പിടിക്കാതെ നമുക്ക് രത്നങ്ങൾ കൊണ്ട് കളിക്കാം. നല്ല നല്ല കാര്യങ്ങളിൽ നമ്മുടെ സമയവും എനർജിയും നമ്മുടെ ശക്തിയും കഴിവും എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. മറ്റ് ഇവിടുന്ന് കാണുന്ന മോശമായ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടൊന്ന് എല്ലായിടത്തും പരത്തി അവരെയും അലോസരപ്പെടുത്താതെ നല്ല കാര്യങ്ങൾ മാത്രം കണ്ടെത്താനും അത് മറ്റുള്ളവരിലേക്ക് പകർത്താനും നമ്മൾക്ക് ശ്രമിക്കാം. ഓക്കെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.